ജലദോഷോ? നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. മറ്റേ ആശുപത്രിയിലെ കുഞ്ഞു കട അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി. അങ്ങനെ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ അറിയാതെ ഉണ്ടായ മോളാണോ അത്? നിങ്ങൾക്ക് ഞാൻ അറിയാതെ ഉണ്ടായ മോളാണോ അതെന്ന്? ഞാൻ ഒരുപാട് കുട്ടികളെ ഇതിനു മുമ്പ് സഹായിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്കുണ്ടായ കുട്ടികളല്ല. ഞാൻ സഹായിക്കുന്നവരൊന്നും എൻ്റെ കുടുംബക്കാരോ ബന്ധുക്കാരും അല്ല. സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഞാൻ സഹായിക്കും. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് നിനക്ക് വല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എന്താണ് നിന്റെ പ്രശ്നം? നിങ്ങൾ സഹായിക്കുന്നതോ സഹായിക്കാതിരിക്കുന്നതോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതോ ആയിരിക്കണം. അല്ലാതെ ഇവിടുത്തെ പറമ്പിലെ മരം മുറിച്ചല്ല നിങ്ങൾ സഹായിക്കേണ്ടത്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? മരം മുറിച്ച് നിങ്ങൾ അങ്ങ് നാട്ടുകാരെയൊക്കെ സഹായിക്കാന്നോ? ഇവിടുത്തെ പറമ്പിലെ മരം മുറിച്ചില്ലല്ലോ. മുറിക്കാനല്ലേ ആൾക്കാർ വന്നത്. എന്തുകൊണ്ട് മുറിച്ചില്ല? അവൻ ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. എനിക്കറിയാം. കനകൻ ആ പൈസ തിരിച്ചു കൊടുക്കുമെന്നും അവൻ ഈ മരങ്ങളൊന്നും മുറിക്കാൻ സമ്മതിക്കൂല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവനെ ഞാൻ ഈ കൊണ്ടുവന്ന് മരം കാണിച്ചാൽ അവൻ്റെ അഡ്വാൻസ് വാങ്ങിച്ചത്. അങ്ങനെ തന്നെ. എടി, ഞാൻ നിങ്ങളടുത്തൊക്കെ ഇവിടെ ഞാൻ കേട് വീണ് ചോദിച്ചിട്ടില്ലേ ഒരു 7500 രൂപ തരാനായിട്ട്? ഞാൻ ഒരിടത്ത് ഒരു കുഞ്ഞിനെ സഹായിക്കാൻ വാക്ക് കൊടുത്തു പോയി. അതിന് നിവൃത്തികേട് കൊണ്ട് ഞാൻ വാക്ക് കൊടുത്താണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം തൽക്കാലം പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ സഹായം ചോദിച്ചപ്പോൾ എല്ലാവർക്കും എന്നെ കള്ളനാക്കി അവൻ്റെ അമ്മയുടെ ഒരു പടി ഞാൻ അടിച്ചുകൊണ്ട് പോകുന്നവരവ എന്നെ പച്ചയ്ക്ക് പറഞ്ഞു. പിന്നെ അവനോട് ഞാൻ ഇങ്ങനെ ചെയ്യാതെ എങ്ങനെ ചെയ്യണം? ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ്? ഇല്ല, ഒരു തെറ്റുമില്ല. കൊച്ചിൻ്റെ കാര്യം നടന്നു, മരവും മുറിച്ചില്ല, സംഭവം നടന്നില്ലേ? നീ പൈസ നിങ്ങൾ എങ്ങനെ അവന് തിരിച്ചു കൊടുക്കും? ആ പൈസ അവന് തിരിച്ചു കൊടുത്താലല്ലേ പ്രശ്നമുള്ളൂ. ഈ അഥവാ അവന് വേണമെന്ന് നിർബന്ധം പറഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസ വരാനുണ്ട്. ആ പൈസ വരുമ്പോൾ ആ വരുന്നതെന്ന് ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ എന്താണ്? അവൻ ചോദിച്ചുകൊണ്ടിരിക്കും, ഞാനത് മൈൻഡ് ചെയ്ത് നടന്നു എൻ്റെ കാര്യം നോക്കി അങ്ങ് പോകും. അത്രേ ഉള്ളൂ. അതെന്നെ മൂക്കിലൊന്നും കയറ്റി കളയില്ലല്ലോ. ഇപ്പൊ പോണ്ട, നാളെ എന്തെങ്കിലും ചെയ്യാം. വയ്യ, പാതിരാത്രി ഇന്ന് ഇടിയോ? എന്നെ ഇനി നോക്കണ്ട, ഞാൻ നാളെ രാവിലെ വരുള്ളൂ. കതവടച്ച് കിടന്നോ. അതോർക്കടാ